അസുരരാജാവായിരുന്ന മഹിഷാസുരനെ ദുർഗാദേവി വധിച്ചപ്പോൾ അവന്റെ സഹോദരി മഹിഷി ലോകത്തെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ചു. ശിവനും വിഷ്ണുവിനും ജനിക്കുന്ന പുത്രനു മാത്രമേ തന്നെ വധിക്കാൻ കഴിയാവൂ എന്ന അജയ്യമായ വരം അവൾ നേടിയിരുന്നു. പ്രകൃതി നിയമങ്ങൾക്കതീതമായ ഈ വരം അവളെ അഹങ്കാരിയാക്കി. ലോകത്തെ രക്ഷിക്കാൻ വിഷ്ണു ഭഗവാൻ മോഹിനി രൂപം ധരിക്കുകയും ശിവഭഗവാനുമായി ചേരുകയും ചെയ്തു. ആ സംഗമത്തിൽ ജനിച്ച ദിവ്യശിശുവാണ് അയ്യപ്പൻ. കഴുത്തിൽ മണികെട്ടിയ നിലയിൽ പമ്പാതീരത്ത് കിടന്ന ആ കുഞ്ഞിനെ വേട്ടയ്ക്ക് വന്ന പന്തളം രാജാവ് രാജശേഖരൻ കണ്ടെടുത്തു. കുട്ടികളില്ലാതിരുന്ന രാജാവിന് അതൊരു ദൈവാനുഗ്രഹമായിരുന്നു. മണികണ്ഠൻ എന്ന് പേരിട്ട് ആ കുഞ്ഞിനെ അദ്ദേഹം സ്വന്തം മകനായി വളർത്തി. മണികണ്ഠൻ വളർന്നു വലുതായപ്പോൾ സകല വിദ്യകളിലും മിടുക്കനായി. ഇതിനിടെ രാജ്ഞിക്ക് ഒരു മകൻ പിറന്നു. രാജാവിന് മണികണ്ഠനോടുള്ള സ്നേഹം കണ്ട് അസൂയ മൂത്ത മന്ത്രി രാജ്ഞിയെ മണികണ്ഠനെതിരെ തിരിച്ചു. മണികണ്ഠനെ വകവരുത്താൻ അവർ ഒരു പദ്ധതിയിട്ടു. രാജ്ഞിക്ക് ഭേദമാകാത്ത തലവേദനയാണെന്നും പുലിപ്പാൽ കുടിച്ചാൽ മാത്രമേ അത് മാറൂ എന്നും കൊട്ടാരം വൈദ്യനെ കൊണ്ട് പറയിപ്പിച്ചു. ആപത്ത് നിറഞ്ഞ കാട്ടിലേക്ക് മണികണ്ഠനെ അയക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. എന്നാൽ ഒരു ഭയവുമില്ലാതെ പുഞ്ചിരിയോടെ മണികണ്ഠൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. വനത്തിൽ വെച്ച് മണികണ്ഠൻ മഹിഷിയുമായി ഘോരയുദ്ധം നടത്തി. ഒടുവിൽ അയ്യപ്പൻ മഹിഷിയെ വധിച്ചു. ലോകം ശാന്തമായി. തന്റെ അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ അയ്യപ്പനു മുന്നിൽ ദേവന്മാർ പ്രത്യക്ഷപ്പെട്ടു. പന്തളം കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ ദേവേന്ദ്രൻ തന്നെ പുലിയായി മാറി. പുലിപ്പുറത്ത് പുലിപ്പാലുമായി പന്തളം കൊട്ടാരത്തിലേക്കെത്തുന്ന മണികണ്ഠനെ കണ്ട് രാജാവും നാട്ടുകാരും സ്തംഭിച്ചുപോയി. മണികണ്ഠൻ സാധാരണക്കാരനല്ലെന്നും സാക്ഷാൽ ദൈവമാണെന്നും അവർ തിരിച്ചറിഞ്ഞു. തന്റെ അവതാരം അവസാനിച്ചുവെന്നറിയിച്ച മണികണ്ഠൻ തനിക്കുവേണ്ടി ക്ഷേത്രം പണിയേണ്ട സ്ഥലം കാണിച്ചു കൊടുക്കാൻ ഒരു അമ്പെയ്തു. ആ അമ്പ് ചെന്ന് വീണത് ശബരിമലയിലെ പുണ്യഭൂമിയിലാണ്. അവിടെ 18 പടികളോടെ ക്ഷേത്രം പണിയാൻ അദ്ദേഹം രാജാവിനോട് നിർദ്ദേശിച്ചു. പമ്പാ നദിയിൽ മുങ്ങി നിത്യബ്രഹ്മചാരിയായ അയ്യപ്പനെ കാണാൻ ഇന്നും ലക്ഷക്കണക്കിന് ആളുകൾ കഠിനവ്രതമെടുത്ത് മല ചവിട്ടുന്നു. തത്വമസി, അതായത് നീ തിരയുന്ന ആ ദൈവം നിന്നിൽ തന്നെയാണെന്ന വലിയ സത്യം ആ മലമുകളിൽ ഇന്നും മുഴങ്ങുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.